السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم يأن للذين آمنوا أن تخشع قلوبهم لذكر الله وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. സകല പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ പടച്ച തമ്പുരാന്റെ കൽപ്പനകൾക്ക് വിധേയമായി നമ്മുടെ ജീവിതത്തിലെ രഹസ്യവും പരസ്യവുമായ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും യഥാവിധി തഖ്വ പാലിക്കുവാൻ, യഥാർത്ഥ മുത്തഖികളായി ജീവിതം നയിക്കുവാൻ ആദ്യമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. തഖ്വ ബോധം കൊണ്ട് മാത്രമേ നമുക്ക് ഇഹപര ലോകങ്ങളിൽ വിജയം വരിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ മുത്തഖികളായ അടിമകളിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഏവർക്കും ഹൃദ്യമായ പെരുന്നാൾ സന്തോഷങ്ങൾ. തഖബ്ബലല്ലാഹു മിന്ന വമിൻകും സാലിഹൽ അഅ്മാൽ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മിൽ നിന്നും നിങ്ങളിൽ നിന്നും എല്ലാ സുഹൃതങ്ങളും സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പെരുന്നാൾ ആഘോഷമാണ്. പെരുന്നാൾ മഹത്തായ ത്യാഗത്തിൻ്റെ ഓർമ്മ പെരുന്നാൾ കൂടിയാണ്. ഒരു മാസക്കാലത്തെ അതിതീവ്രമായ ത്യാഗപൂർണമായ വ്രതത്തിൻ്റെ പരിസമാപ്തിയിലാണ് നാം ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും നമുക്ക് ആഘോഷിക്കുവാനുള്ള അർഹതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല പെരുന്നാളിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് എടുത്തു പറയുന്നുണ്ട്, വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും.
നിങ്ങൾക്ക് അവൻ ഹിദായത്ത് നൽകിയതിന് പകരമായി അതിൽ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് അവനെ വാഴ്ത്തി പറയലാണ് പെരുന്നാൾ എന്ന് എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അന്തരീക്ഷം തക്ബീറിനാൽ മുഖരിതമാകുന്നത് എന്ന് നമുക്കറിയാം. അങ്ങേയറ്റത്തെ വിശുദ്ധിയോടെ, പെറ്റുവീണ കുഞ്ഞിൻ്റെ വിശുദ്ധിയോടെയാണ് നാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. അവസാനം ഒരു മിനുക്ക് പണി എന്നോണം അമലുകളിൽ എവിടെയെങ്കിലും വല്ല പോരായ്മയും സംഭവിച്ചെങ്കിൽ പാതിരാത്രിയിൽ ഉണർന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ കണ്ണീരണിഞ്ഞ് പ്രാർത്ഥനകൾ നിർവഹിച്ച് ഇനിയും വല്ല പോരായ്മയുമുണ്ടെങ്കിൽ അതുകൂടി പരിഹരിക്കുവാനാണ് നാം സക്കാത്തുൽ ഫിത്ർ കൂടി പൂർത്തീകരിച്ചത്. അതോടൊപ്പം തന്നെ ഈ ആഘോഷത്തിൻ്റെ ദിനം ഇസ്ലാമിലെ ഒരു മാതൃകാ ദിനം കൂടിയാണ്. ആ നിലക്ക് ലോകത്ത് ഇസ്ലാമിക ഖിലാഫത്ത് സ്ഥാപിതമായാൽ അന്ന് തീർച്ചയായും ലോകം മുഴുവനും സുഭിക്ഷമായിരിക്കും, ഐശ്വര്യപൂർണമായിരിക്കും എന്ന സന്ദേശം കൂടി സക്കാത്തുൽ ഫിത്ർ നൽകുന്നതായിട്ട് നമുക്ക് കാണാം. ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വേളയിൽ നമ്മെക്കുറിച്ച് അഭിമാനം കൊള്ളുന്നുണ്ട്. പടച്ചതമ്പുരാൻ അവൻ്റെ മലക്കുകളുമായിട്ട്, മലക്കുകളെ നോക്കൂ എൻ്റെ അടിയാറുകളെ, ഒന്നുറൂ മലായിക്കത്തി, മലക്കുകളെ എൻ്റെ അടിമകളെ നിങ്ങൾ നോക്കൂ, അവർ വന്നെത്തിയത് കാണുന്നില്ലേ? പാപസുരക്ഷിതമായി എല്ലാ പാപക്കറയും ശുദ്ധീകരിച്ചുകൊണ്ട് കഴുകിക്കളഞ്ഞുകൊണ്ട് അവരെൻ്റെ വിളിക്കുത്തരം നൽകിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല മലക്കുകൾക്ക് മുമ്പിൽ നമ്മെ കാണിച്ചു കൊടുക്കുന്ന സന്ദർഭം കൂടിയാണ്. ആ വിശുദ്ധിയിലാണ് നാം ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പെരുന്നാൾ കേവലം ഒരു ദിവസത്തിൻ്റെ പേരല്ല. ഇസ്ലാമിക വീക്ഷണത്തിൽ പെരുന്നാൾ എന്നത് മഹത്തായ ഒരു ആശയമാണ്. ആ ആശയം സത്യവിശ്വാസി ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കേണ്ടതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇസ്ലാമിലെ ആത്മീയതയുടെ സൗന്ദര്യമാണ് പെരുന്നാൾ എന്നുള്ളതാണ്. ഇസ്ലാമിലെ ആത്മീയതയുടെ സൗന്ദര്യ പ്രകാശനമാണ് യഥാർത്ഥത്തിൽ ഓരോ പെരുന്നാളുകളും. ഇസ്ലാമിൽ കേവല സന്യാസമില്ല, കേവല ഭൗതികതയും ഇസ്ലാമിന് അന്യമാണ്. എന്നാൽ അവ രണ്ടും പരസ്പരം ചേർത്ത് വെച്ചുകൊണ്ടുള്ള സർഗാത്മകമായ ആത്മീയതയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിലെ പെരുന്നാൾ വിരക്തിക്ക് ശേഷമുള്ള, എല്ലാം ത്യജിക്കുവാൻ സന്നദ്ധമായതിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള മഹത്തായ പ്രതീക്ഷകളാണ് ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല നോമ്പിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതിനിടയിൽ നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും സർഗാത്മകമായ ഒരു പ്രയോഗം നടത്തിയത് ഹുന്ന ലിബാസുല്ലക്കും വ അൻതും ലിബാസുല്ലഹുൻ. അവർ നിങ്ങൾക്ക് വസ്ത്രമാണ്, നിങ്ങൾ അവർക്കും വസ്ത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത് നോമ്പിനെക്കുറിച്ച്, വിരക്തിയെക്കുറിച്ച്, എല്ലാം മാറ്റിവെച്ച് അള്ളാഹുവിലേക്ക് മുറിഞ്ഞു വീഴേണ്ട ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവിടെയും നീ കുടുംബത്തെ മറന്നു പോകരുത് എന്ന് ഉണർത്തുന്നുണ്ട്. അവിടെയാണ് ഇസ്ലാമിൻ്റെ സവിശേഷത നമുക്ക് കാണാൻ കഴിയുക. വിരക്തിയുടെ പാഠങ്ങൾക്കിടയിലും ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ നൽകുന്നതാണ് ഇസ്ലാമിലെ പെരുന്നാൾ. ഇസ്ലാമിലെ പെരുന്നാൾ കഠിനാധ്വാനത്തിൻ്റെ സംതൃപ്തിയാണ്. കഴിഞ്ഞ ഒരു മാസക്കാലത്തെ അതിതീവ്രമായ പരിശ്രമങ്ങളിലൂടെ വിശ്വാസി ആർജിച്ചെടുത്ത ത്യാഗത്തിൻ്റെ മഹത്തായ സംതൃപ്തി ഉൾക്കൊള്ളുന്ന ഓർമ്മകളാണ് ഇന്ന് നാം അയവിറക്കിക്കൊണ്ടിരിക്കുന്നത്. പെരുന്നാൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസപരമായ, ആദർശപരമായ അടിത്തറകളിലേക്കുള്ള തിരിച്ചുപോക്കാണ്. വല്ല വിധേനയും അള്ളാഹുവിൻ്റെ വഴിയിൽ നിന്ന് ഒരു അടിമ വ്യതിചലിച്ചു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും അവൻ്റെ വിശ്വാസത്തിൻ്റെ രാജപാതയിലേക്കുള്ള അതിശക്തമായ, ആവേശകരമായ തിരിച്ചുപോക്കാണ് നമുക്ക് പെരുന്നാൾ. പെരുന്നാൾ പരസ്പര സഹകരണത്തിൻ്റെ
മഹത്തായ മാർഗമാണ്. പെരുന്നാൾ മാനവിക സാഹോദര്യത്തിൻ്റെ മഹത്തായ പ്രഘോഷണമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നാം ഇതുവരെ മുഴക്കിക്കൊണ്ടിരിക്കുന്ന തക്ബീറുകൾ ഒരിക്കലും ഒരു താരാട്ട് പാട്ടല്ല. ഒരുപക്ഷെ ഒരു ദുഃഖച്ചവി കലർന്ന ഒരു ട്യൂണിലാണ് നാം ഇപ്പോൾ തക്ബീറുകൾ മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ തക്ബീർ എന്നത് വളരെ വിപ്ലവകരമായ ഒരു ആശയമാണ്. അള്ളാഹുവിൻ്റെ പരമാധികാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അത് പ്രഖ്യാപിക്കലാണ് തക്ബീർ. അള്ളാഹുവിന് മുകളിൽ ഒന്നുമില്ല. അള്ളാഹുവിനേക്കാൾ വലിയവനായിട്ട് ആരുമില്ല. ഈ പ്രപഞ്ചത്തിൽ ആരുമില്ല. മനുഷ്യരായിട്ട് ആരുമില്ല. ബാക്കിയെല്ലാം അള്ളാഹുവിൻ്റെ കേവല സൃഷ്ടികൾ മാത്രമാകുന്നു എന്ന മഹത്തായ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനമാണ് ഓരോ തക്ബീറും എന്ന് സത്യവിശ്വാസി ഉൾക്കൊള്ളേണ്ടതുണ്ട്. അത് ഉൾക്കൊള്ളാത്തതാണ് ഒരുപക്ഷെ ആത്മവിശ്വാസം ചോർന്നു പോകുന്ന, സ്വന്തത്തിലേക്ക് ഉൾവലിഞ്ഞു പോകുന്ന പ്രകൃതത്തിലേക്ക് നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്നത്. ഫിർഔനിന്റെ മുമ്പിൽ ഇതേ തക്ബീറാണ് മൂസ അലൈഹിസ്സലാം പ്രഖ്യാപിച്ചത്. നമ്രൂദിന്റെ മുമ്പിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രഖ്യാപിച്ചതും ഇതേ തക്ബീറാണ്. അബൂജഹലിന്റെ മുമ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉച്ചൈസ്തരം ഉദ്ഘോഷിച്ചതും ഇതേ തക്ബീറാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ ഒരു ഉൾക്കരുത്ത് ഈ റമദാനിലൂടെ നാം ആർജിച്ചെടുത്തിട്ടുണ്ടോ? അതല്ലെങ്കിൽ റമദാനിൻ്റെ ഒരു ശീലം എന്ന നിലക്ക് പട്ടിണി കിടന്ന് അങ്ങനെ കഴിഞ്ഞു പോയതാണോ? നാം ആത്മപരിശോധന നടത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭമാണിത്. ഒരുപാട് നന്മകൾ നേടിയെടുത്തിട്ടുണ്ട്. ഒന്നും ചോർന്നു പോകാതിരിക്കാൻ വേണ്ടിയുള്ള അതിതീവ്രമായ ജാഗ്രതയാണ് ഇനി അങ്ങോട്ട് വേണ്ടത്. അവിടെയാണ് അല്ലാഹു അക്ബർ ഏറ്റവും പ്രധാനമായി തീരുന്നത്. നാം ശൈത്താൻ അക്ബർ അല്ല എന്ന് പ്രഖ്യാപിച്ചവരാണ്. പൈശാചികതയെ പരിപൂർണമായും ജീവിതത്തിൽ നിന്ന് പടിക്ക് പുറത്ത് നിർത്തിയവരാണ് നാം. എന്നിട്ടാണ് അല്ലാഹു അക്ബർ ഉച്ചൈസ്തരം നാം പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി ജീവിതത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പൈശാചികത കടന്നു വരുന്ന യാതൊരു സാഹചര്യവും ഉണ്ടാകരുത്. ഇബാദത്തുകൾ ഒരുതരം ദുർമേധസ്സായിട്ട് അടിഞ്ഞുകൂടരുത്. കഴിഞ്ഞുപോയ നാളുകളിൽ ഒരുപാട് ഇബാദത്ത് ചെയ്തു, ഒരുപാട് നമസ്കരിച്ചു, ഒരുപാട് ഖുർആൻ പാരായണം ചെയ്തു, നിരന്തരമായി ദിക്ർ ചെയ്തു, ദുആ ചെയ്തു, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിച്ചു. എല്ലാം ശരിയാണ്. പക്ഷേ അതൊരു ദുർമേധസ്സായിട്ട് കിടക്കരുത്. ആ ഇബാദത്തുകളുടെ നന്മകൾ നാം ഇനി നമ്മുടെ ജീവിതത്തിൽ ദഹിപ്പിച്ചെടുക്കണം. ഇനി വരാനിരിക്കുന്ന 11 മാസങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാനാണ് നമുക്ക് സാധിക്കേണ്ടത്. നമുക്കിനി ഒരുപാട് സമരമുഖങ്ങളെ എതിരിടാനുണ്ട്. ഒന്നാമത്തെ സമരം സ്വന്തത്തോട് തന്നെയാണ്, ജിഹാദുൻ നഫ്സാണ്. അത് മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് ഒരടി മുന്നോട്ട് നീങ്ങുവാൻ സാധ്യമല്ല. രണ്ടാമത്തെ മുഖം നമ്മുടെ കുടുംബരംഗത്ത് തന്നെയാണ്. കുടുംബം ആർജിച്ച വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിൽ അങ്ങേയറ്റത്തെ ജാഗ്രത പുലർത്തുവാൻ നാം ഓരോരുത്തരും പരസ്പരം സമരമുഖത്തായിരിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമുക്ക് സാമൂഹികമായ സമരമുഖങ്ങളുണ്ട്. തീർച്ചയായും പൊതുസമൂഹം നമ്മിൽ നിന്ന് ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായിരിക്കും? ഒരു മാസക്കാലത്തെ തീവ്രമായ ഉപവാസ സമരത്തിലൂടെ ഈ സമരം വിജയിപ്പിച്ചെടുത്തുകൊണ്ട് പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ എന്താണ് ഞങ്ങൾക്ക് വേണ്ടി ഈ സമൂഹത്തിന് പറയാനുള്ളത്? ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവർക്ക്. അവർ അവകാശം നിഷേധിക്കപ്പെട്ടവരാണ്, നീതി നിഷേധിക്കപ്പെട്ടവരാണ്, കുടിയിറക്കപ്പെട്ടവരാണ്, അഭയാർത്ഥികളാണ്, പീഡിതരാണ്, മർദ്ദിതരാണ്. അവർക്ക് വേണ്ടി പറയാൻ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? അവർക്ക് പ്രതീക്ഷ നൽകാൻ കഴിയുന്ന തരത്തിൽ വല്ലതും നമ്മുടെ കയ്യിലുണ്ടോ എന്നത് വലിയൊരു ചോദ്യമാണ്. മദ്യനിരോധം എടുത്തു കളയപ്പെട്ട ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ. പുതിയ പല തന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് മദ്യം നിർബാധം ഇനി ഒഴുകാൻ പോവുകയാണ് കേരളത്തിലെ ദേശീയ പാതയുടെ റോഡ് മാപ്പ് പോലും വെട്ടിത്തിരുത്തിയിരിക്കുന്നു. അത്ഭുതകരമാണ് നമ്മുടെ അവസ്ഥ. എങ്ങനെയായിരുന്നു ഈ ഭരണകൂടം നാം അവരെ കയ്യേൽപ്പിച്ചത് എന്ന് ആലോചിച്ച് നോക്കൂ. അതിനുശേഷം ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥ എന്താണ്? ഉമ്മമാരും പെങ്ങന്മാരും കുട്ടികളും എല്ലാം തെരുവിലിറങ്ങേണ്ട സാഹചര്യമായിരിക്കുന്നു. ഇവിടെ സത്യവിശ്വാസികൾ നോക്കി നിൽക്കരുത്. ഇതേതൊക്കെയോ മദ്യവർജന സമിതിക്കാരുടെ പണിയാണ്, പരിപാടിയാണ് എന്ന് കരുതി മാറി നിൽക്കേണ്ടവരല്ല വിശ്വാസികൾ. മറിച്ച്
വളരെ കൃത്യമായ നിലപാടോടുകൂടി ഇറങ്ങിത്തിരിക്കാൻ കഴിയണം. നാം നേടിയെടുത്ത നന്മകളെ പരിപൂർണമായും നഷ്ടപ്പെടുത്തി കളയുവാൻ തീർച്ചയായും മദ്യം മുന്നോട്ട് വെക്കുന്ന സംസ്കാരത്തിന് കഴിയും. സകല തിന്മകളുടെയും മാതാവ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് സമരമുഖത്തേക്ക് നാം ഇറങ്ങിത്തിരിക്കേണ്ടി വരും. ജനാധിപത്യപരമായ ചെറുത്തുനിൽപ്പുകളെ തീവ്രവാദത്തിന്റെ പേര് പറഞ്ഞ് ഭയപ്പെടുത്തുന്ന കാലമാണിത്. ഒരിക്കലും നമുക്ക് മാറി നിൽക്കാൻ സാധ്യമല്ല. ജനാധിപത്യപരമായ സമരമുഖങ്ങളിലൂടെ തന്നെയാണ് ഈ രാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ മനുഷ്യരുടെ അവകാശത്തിന് വേണ്ടിയുള്ള ശബ്ദങ്ങളിൽ നമ്മുടെ ശബ്ദവും കൂടെ ഉയരേണ്ടതുണ്ട് എന്ന് നാം ഓർക്കണം. നാം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന തക്ബീറിന്റെ സമരമുഖം അതാണ്. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ആ അള്ളാഹുവിന്റെ കൽപ്പനക്കനുസൃതമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാമൂഹ്യ ക്രമം ലോകത്തുണ്ടാവണം എന്നത് തീർച്ചയായും നമ്മുടെ മനസ്സിലെ സ്വപ്നമാണ്. അതിനാൽ ആരാധനാലയങ്ങളിൽ സ്വന്തത്തെ തളച്ചിടാൻ ഇനി നമുക്ക് സാധ്യമല്ല. നേടിയെടുത്ത വീര്യം ഉൾക്കൊണ്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ നിന്ന് ആർജിച്ചെടുത്ത ഒരു സമരവീര്യമുണ്ട്. അതേപോലെ ഈമാനികമായ കരുത്തുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച് ഇടപെടലുകൾ നടത്തുവാൻ തീർച്ചയായും നമുക്ക് സാധിക്കണം. അതാണ് നാം ഉച്ചസ്ഥരം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ തക്ബീറിന്റെയും ആന്തരികമായ അർത്ഥം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അത്ര സന്തോഷകരമല്ല നമുക്ക് ഇന്നത്തെ ആഘോഷവേള. ഒരുപക്ഷേ നമ്മുടെ മക്കൾ ഇനി ചോര കൊണ്ട് മൈലാഞ്ചി അണിയേണ്ടി വന്നേക്കാം. നമ്മൾ കഫൻ പുടവ കൊണ്ട് പുതുവസ്ത്രം ധരിക്കേണ്ടി വന്നേക്കാം. കണ്ണീര് കൊണ്ട് അത്തറ് പുരട്ടേണ്ടി വന്നേക്കാം. അങ്ങനെയൊക്കെയാണ് വരാനിരിക്കുന്ന നാളുകൾ എന്നും തിരിച്ചറിയണം. നാടിൻ്റെ ഗതി മറ്റൊരു വഴിയിലാണ് എന്ന് തീർച്ചയായും നാം തിരിച്ചറിയേണ്ടതുണ്ട്. നിങ്ങൾ ഓർക്കുന്നില്ലേ, ഈ റമദാൻ ആരംഭിച്ചത് ഹാദിയ എന്ന പെൺകുട്ടിയുടെ വീട്ടുതടങ്കലിൽ നിന്നാണ്. പ്രായപൂർത്തിയെത്തിയ സ്വന്തമായി നിലപാടെടുക്കുവാൻ അവകാശമുള്ള ആ പെൺകുട്ടിക്ക് അവർ ഇന്ന് വീട്ടുതടങ്കലിൽ അകപ്പെടേണ്ടി വന്ന നീതി നിഷേധം ഈ ജനാധിപത്യ രാജ്യത്ത് നമ്മുടെ കോടതി മുഖേന തന്നെ സംഭവിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാം. ജുനൈദ് എന്ന ചെറുപ്പക്കാരന്റെ 16 വയസ്സുള്ള ആ കൗമാരക്കാരന്റെ രക്തത്തിലാണ് നമ്മുടെ റമദാൻ ചെന്ന് അവസാനിച്ചത് എന്നും നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഹാഫിളായതിന് ശേഷം 3 വർഷക്കാലത്തെ തീവ്രമായ പഠനത്തിലൂടെ ഹാഫിൾ എന്ന പട്ടം നേടി ഈ റമദാനോടുകൂടി ഖുർആൻ ഇറങ്ങിയ റമദാനിൽ അത് പൂർത്തീകരിച്ചിട്ട് ആ സന്തോഷം പങ്കുവെക്കാനായിട്ട് ഉമ്മ കൊടുത്ത 1500 രൂപയുമായി പെരുന്നാൾ പുടവ വാങ്ങാൻ വേണ്ടിയിട്ട് സഹോദരന്റെ കൂടെ പുറപ്പെട്ട കുട്ടിയാണ് ജുനൈദ്. എന്ത് തെറ്റാ ചെയ്തത്? ഒരു തെറ്റും ചെയ്തിട്ടില്ല. തലയിലൊരു തൊപ്പി ഉണ്ടായിരുന്നു എന്നത് മാത്രമാണ് ചെയ്ത തെറ്റ്. വസ്ത്രം വാങ്ങി തിരിച്ചു വരുന്നതിനിടയിൽ ട്രെയിനിൽ വെച്ച് ബോധപൂർവം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ ഉണ്ടാക്കിയിട്ട് ബീഫിന്റെ പേരിൽ തർക്കം ഉന്നയിച്ചിട്ട് നിങ്ങൾ തീവ്രവാദികളാണ്, നിങ്ങൾ ബീഫ് തിന്നുന്നവരാണ് എന്ന് പറഞ്ഞ് ബോധപൂർവം പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് ആ കുട്ടിയെ അവര് കൊലപ്പെടുത്തി കളയായിരുന്നു. ആൾക്കൂട്ടമാണ് കൊലപ്പെടുത്തിയത്. അത് പുതിയ തന്ത്രമാണ്. ഒരുപക്ഷെ പ്രതി പിടിക്കപ്പെടാനിടയില്ല. അല്ലെങ്കിലും ഫാഷിസത്തിന്റെ ശൈലി അതാണ്. ഫാഷിസം ഭരിക്കുമ്പോൾ എന്നും ആൾക്കൂട്ടമാണ് വിധി കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, നിയമമല്ല, നീതിയല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പെരുന്നാൾ തീർച്ചയായും ഇത്തരത്തിലുള്ള സമരമുഖങ്ങളോടുള്ള ഐക്യപ്പെടൽ കൂടിയായിരിക്കേണ്ടതുണ്ട്. പ്രയാസം അനുഭവിക്കുന്ന മർദ്ദിതരായ നമ്മുടെ സഹോദരങ്ങളോട് ഐക്യപ്പെടേണ്ട പെരുന്നാളാണിത് എന്ന് മനസ്സിലാക്കണം. മരണ വീട്ടിൽ ബന്ധുക്കൾ പരസ്പരം കെട്ടിപ്പിടിച്ച് കരയാറുണ്ട്, പരസ്പരം കെട്ടിപ്പിടിച്ച് കരയും. പക്ഷെ ഇന്ന് മുസ്ലിം ഉമ്മത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ കരച്ചിൽ കേൾക്കാൻ നമ്മുടെ കൂടെ കരയാൻ ആരുണ്ട്? ആരുമില്ല. എവിടെ പോയി മതേതര മതനിരപേക്ഷ കക്ഷികളും പ്രസ്ഥാനങ്ങളും? എവിടെ പോയി നമ്മുടെ നാട്ടിലെ ബുദ്ധിജീവികൾ?
സാംസ്കാരിക പ്രവർത്തകർ ആരെയും എവിടെയും കാണാനില്ല എന്നതാണല്ലോ അവസ്ഥ. എല്ലാവരും നോക്കി നിൽക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബുറൂജിൽ കിടങ്ങുകാരെ കുറിച്ചുള്ള ചരിത്രമുണ്ട്. അവരെക്കുറിച്ച് പറയുന്നതിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ചെയ്തികൾ എടുത്തു ഉദ്ധരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇങ്ങനെ പറയുന്നു, വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്. അവർ വിശ്വാസികളോട് ചെയ്തുകൊണ്ടിരുന്നതിന് നേരിട്ട് സാക്ഷികളുമാണ്. ടിവിയിലൂടെ മറ്റു വാർത്താ മാധ്യമങ്ങളിലൂടെ നേരിട്ട് കണ്ട് മിണ്ടാതിരിക്കുകയാണ് നമ്മുടെ സാംസ്കാരിക ലോകവും ബുദ്ധിജീവി ലോകവും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആർക്കാണ് പിഴച്ചുപോയത്? അല്ലാഹു അക്ബർ പ്രഖ്യാപിക്കുമ്പോൾ തീർച്ചയായും നാം മനസ്സിലാക്കേണ്ടതുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെയുണ്ട് എന്ന കാര്യം. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. നീ ദുഃഖിക്കരുത്, അല്ലാഹു കൂടെയുണ്ട് എന്ന ആ പ്രഖ്യാപനമുണ്ടല്ലോ. സൗർ ഗുഹയുടെ ഇരുട്ടിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് പ്രസരിപ്പിച്ച പ്രതീക്ഷയുടെ ആ മഹാപ്രകാശം, അത് നാം ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതേ സമയത്ത് ഇനിയും ആലോചിക്കേണ്ടിയിരിക്കുന്നു, യഥാർത്ഥത്തിൽ ആർക്കാണ് തെറ്റ് സംഭവിച്ചത്? നമുക്കാണോ അല്ലെങ്കിൽ ഈ രാജ്യത്തെ പൊതുസമൂഹത്തിനാണോ? ആലോചിക്കേണ്ട വളരെ ഗുരുതരമായൊരു വിഷയമാണ് ഇത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സംഭവിച്ച മാറ്റമാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലുമല്ല. ഒരുപാട് ഘട്ടങ്ങൾ നാം പിന്നിട്ട് പോയിരിക്കുന്നു. വിഭജനത്തിൻ്റെ നോവ് അനുഭവിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യം. അതുപോലെ നിരന്തരമായ കലാപങ്ങൾ, വർഗീയ കലാപങ്ങൾ ഈ രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രപിതാവ് വധിക്കപ്പെട്ടിട്ടുണ്ട്. പലതരത്തിലുള്ള സ്ഫോടന നാടകങ്ങളും ഈ നാട്ടിൽ അരങ്ങേറിയിട്ടുണ്ട്. ബാബരി മസ്ജിദ് ധ്വംസനം അതിൽ സുപ്രധാനമായ ഒരു ഇരുളടഞ്ഞ അധ്യായമാണ് എന്ന് നമുക്കറിയാം. ഇത്തരത്തിലുള്ള വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ തന്നെയാണ് ഫാഷിസം അധികാരത്തിലേക്ക് വന്നിട്ടുള്ളത്. ഓർക്കുന്നില്ലേ? 2 നിന്ന് 82 പിന്നീട് അങ്ങനെ ഭരണത്തിലേക്കും കേവല ഭൂരിപക്ഷത്തിലേക്കും പെട്ടെന്നൊരു ദിവസം കൊണ്ട് സംഭവിച്ചതല്ല ഇതൊന്നും. പക്ഷെ ഈ തിരിച്ചറിവ് മുസ്ലിം ഉമ്മത്തിന് ഇല്ലാതെ പോയി. നമ്മൾ ഉറങ്ങിക്കിടക്കായിരുന്നു. നമ്മൾ തറാവീഹിന്റെ റക്അത്തിന്റെ എണ്ണം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മൈക്ക് കെട്ടിയിട്ട് കുറ്റപ്പെടുത്തി നേരം കളഞ്ഞതാണ്. അതിനിടയിൽ കാര്യങ്ങളൊക്കെ അട്ടിമറിഞ്ഞു പോയി എന്ന് നമുക്ക് കാണാൻ കഴിയും. നാം നമ്മുടെ ദൗത്യം നിർവഹിച്ചോ ഇല്ലയോ? നെഞ്ചിൽ കൈവച്ച് ഈ പെരുന്നാളിന്റെ സുദിനത്തിൽ നാം ആലോചിക്കേണ്ട കാര്യമാണ്, നമ്മുടെ ദൗത്യം നാം നിർവഹിച്ചിട്ടോ ഇല്ലയോ? കേവലം ഫാഷിസത്തെ കുറ്റപ്പെടുത്തിയിട്ട് അവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് സങ്കടം പറയുകയും പരസ്പരം ഭയം പ്രചരിപ്പിക്കുകയും ചെയ്തതുകൊണ്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ ദൗത്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നാം യഥാർത്ഥത്തിൽ ഇന്ന് അനുഭവിക്കുന്നത് ഉത്തരവാദിത്ത നിർവഹണത്തിൽ നിന്ന് മുസ്ലിം ഉമ്മത്ത് പിന്മാറിയതിൻ്റെ സ്വാഭാവികമായ തിരിച്ചടി മാത്രമാണ്. അതിൽ കൂടുതൽ ഒന്നും നമ്മൾ ഇന്ന് അനുഭവിക്കുന്നില്ല. നിങ്ങളൊരു ആത്മപരിശോധന നടത്തി നോക്കൂ, അതിൽ കൂടുതൽ ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരെ കുറ്റപ്പെടുത്തിയിട്ട് പഴിചാരിയിട്ട് മാറി നിൽക്കാൻ നമുക്ക് സാധ്യമല്ല. അള്ളാഹുവിന്റെ മുമ്പിൽ എത്തുമ്പോൾ തീർച്ചയായും അവർ ഉന്നയിക്കുന്ന ഒരു വാദമുണ്ടാകും, പടച്ചോനെ ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ, ഇത്രയും മഹത്തായ ഒരു ആദർശമായിരുന്നു അത്. ഞങ്ങൾ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും പേരുകൾ ചാർത്തിയിട്ട് മാറ്റി നിർത്തിയ ആ സമൂഹം ഇത്രയും മഹത്തായ ആദർശം ഉൾക്കൊണ്ടവരായിരുന്നോ എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ ചോദിക്കില്ലേ? കാരണം ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ നാം അങ്ങേയറ്റം പരാജയപ്പെട്ടു പോയിരിക്കുന്നു. സ്വന്തത്തെ തന്നെയാണ് യഥാർത്ഥത്തിൽ കുറ്റപ്പെടുത്താൻ കഴിയും. പ്രവാചകന്മാരുടെ പിന്മുറക്കാരല്ലേ നമ്മൾ? എന്നിട്ട് എന്താ ഇത്രയും കാലം ചെയ്തത്? മുഗളന്മാർ കുറെ കാലം ഭരിച്ചു, പിന്നീട് നമ്മുടെ കയ്യിലേക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു, അഭിപ്രായ സ്വാതന്ത്ര്യം ലഭിച്ചു, നമ്മുടെ വിശ്വാസം സമാധാനപരമായി ഭരണഘടനാനുസൃതമായിട്ട് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള അനുവാദം ലഭിച്ചു. എല്ലാം ഉണ്ടായിട്ടും നമ്മൾ എന്തെടുക്കുകയായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. ഒളിച്ചോടിയിട്ട് കാര്യമില്ല. യൂനുസ് അലൈഹിസ്സലാം ഒരു ഘട്ടത്തിൽ പിന്മാറിപ്പോയിട്ടുണ്ട്. പക്ഷേ ദൗത്യ നിർവഹണം നിർവഹിച്ചിട്ട് ആ സമൂഹം സ്വീകരിക്കാത്തതിലുള്ള നിരാശ കാരണമായിരുന്നു യൂനുസ് അലൈഹിസ്സലാം പിന്മാറിക്കളഞ്ഞത്. പക്ഷെ നമ്മളോ? നമ്മൾ പേടി കാരണം, അപകർഷബോധം കാരണം, ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിട്ട് ഒളിച്ചോടി പോകാൻ ശ്രമിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അത്ര പെട്ടെന്നൊന്നും വെറുതെ വിടില്ല എന്ന് മനസ്സിലാക്കണം.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്നതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടാവണം. ഒരു ചോദ്യം ചോദിക്കട്ടെ, ഇസ്ലാമിൽ ആരാധനാ കർമ്മങ്ങൾ നിർബന്ധമായത് എപ്പോഴാണ്? എല്ലാ ഫർളായ ആരാധനകളും നിർബന്ധമായത് എപ്പോഴാണ്? മദീന കാലഘട്ടത്തിലാണ് നിർബന്ധമായത്. എങ്കിൽ അടുത്ത ചോദ്യം, മക്കയിലെ 13 വർഷക്കാലം വിശ്വാസികളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും എന്തെടുക്കുകയായിരുന്നു? നമ്മളിപ്പോൾ ആരാധനയുടെ ആഘോഷത്തിലാണ്. ഈ ആരാധനകൾ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? നമ്മുടെ മുമ്പിൽ ശൂന്യതയാണ് ഉണ്ടാവുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും മക്കയിലെ 13 കൊല്ലക്കാലം എന്തെടുക്കുകയായിരുന്നു? ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, സ്വന്തത്തോട് ഉന്നയിക്കേണ്ട ചോദ്യമാണ്. എന്താ അവർ ചെയ്തുകൊണ്ടിരുന്നത്? യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ, പുതപ്പിട്ട് മൂടിയവനെ എഴുന്നേൽക്കൂ, സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകൂ എന്ന അല്ലാഹുവിന്റെ കൽപ്പന ശിരസാ വഹിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി ഓരോ മനുഷ്യനിലേക്കും അല്ലാഹുവിന്റെ ദീനിന്റെ സന്ദേശം എത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 13 വർഷക്കാലം ഇത് മാത്രമാണ് അവിടെ നടന്നിട്ടുള്ളത്. സഹന സമരത്തിന്റെ വഴിയിലൂടെയാണ് ആ പ്രബോധന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നാം കൃത്രിമമായ സന്തോഷങ്ങൾ മാറ്റിവെക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ നമുക്ക് ആഘോഷിക്കുവാനുള്ള അർഹതയുണ്ടോ എന്ന് വീണ്ടും ചോദിച്ചു പോവുകയാണ്. ശരിയാണ്, ഒരു മാസക്കാലത്തെ ഇബാദത്തിന്റെ ത്യാഗപൂർണമായ പശ്ചാത്തലം നമുക്കുണ്ട്. അതേ സമയത്ത് ഒരു വിശ്വാസി എന്ന നിലക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങി സന്ദേശം എത്തിക്കുന്ന വിഷയത്തിൽ നാം എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതിനാൽ കൃത്രിമ സന്തോഷങ്ങളുടെ അത്തറ കുപ്പികൾ നമുക്ക് കമഴ്ത്തി വെക്കാം, പുത്തനുടുപ്പിൽ മണ്ണ് പുരട്ടാം. ഇൻഷാ അല്ലാഹ് ഒരു നാൾ തീർച്ചയായും വരും. അത് നന്മയുടെ, സത്യത്തിന്റെ, വിജയത്തിന്റെ വസന്തമാണ്. ആ നാളിലേക്ക് നമുക്ക് തൽക്കാലം ആഘോഷങ്ങളെ മാറ്റിവെക്കാം. എന്നിട്ട് അരയും തലയും മുറുക്കി സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കേണ്ടിയിരിക്കുന്നു. കുപ്പായത്തിൽ അല്പം മണ്ണ് പുരളട്ടെ, അത്തറ പൂശിയിട്ട് അങ്ങനെ ആഘോഷിക്കുന്നതിനപ്പുറത്ത്, സഹോദര, നിനക്ക് ഈ സന്ദേശം എത്തിച്ചു തരാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് കരുതിയിട്ട് അസ്വസ്ഥപ്പെട്ടുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. ചാവേറുകളാകാനല്ല പറയുന്നത്, എവിടെയെങ്കിലും പോയിട്ട് പൊട്ടിത്തെറിക്കാനല്ല. അള്ളാഹുവിന്റെ ദീനിന്റെ നന്മ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി ബോധപൂർവം രംഗത്തിറങ്ങുക എന്നത് മാത്രമാണ് ഈ വേളയിൽ നാം ഓരോരുത്തരെയും ഉണർത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ ഗുരുതരമായ ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. സൂറ അൽ ഹദീദ് 16-ാമത്തെ ആയത്തിലാണ് അത് ഉൾക്കൊള്ളുന്നത്. അലം യഅ്നി ലില്ലദീന ആമനു, വിശ്വാസികൾക്ക് ഇനിയും സമയമായില്ലേ? അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അവരുടെ ഹൃദയങ്ങളെ, അവരുടെ മനസ്സുകളെ ദൈവസ്മരണയാൽ പരിപൂർണമായും ഭക്തി നിർഭരമാക്കുന്നതിന് ഇനിയും സമയമായില്ലേ എന്നൊരു ചോദ്യം അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ മുമ്പിൽ ഉന്നയിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയുന്നു, അവർ ഒരിക്കലും വേദക്കാരെ പോലെ ആയിപ്പോകരുത്. കാലം കുറെ മുന്നോട്ട് പോയപ്പോൾ വിശ്വാസത്തോടുള്ള പ്രതിബദ്ധത നഷ്ടപ്പെട്ട് അവർ കേവലം ആൾക്കൂട്ടമായി മാറിയിട്ടുണ്ട്. അങ്ങനെ അവർക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല വളരെ ശക്തമായ ഭാഷയിൽ പറയുന്നുണ്ട്. മദീനയിൽ ഇസ്ലാം അങ്ങേയറ്റം പ്രതികൂല സാഹചര്യം അനുഭവിച്ചിരുന്നപ്പോൾ മുസ്ലിം സമുദായത്തിലെ ചിലർ കണ്ടില്ല കേട്ടില്ല എന്ന നിലക്ക് വഴിമാറി നിന്നപ്പോൾ അവരിലേക്ക് നോക്കിയിട്ടാണ് അള്ളാഹുവിന്റെ ചോദ്യം. ഇനിയും സമയമായില്ലേ? നാനാഭാഗത്തു നിന്നും പരീക്ഷണങ്ങൾ, ആക്രമണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ദീനിന് വേണ്ടിയിട്ട് അർപ്പണം നടത്തുവാൻ സന്നദ്ധമാകാത്തത് എന്ന ചോദ്യമാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ വചനത്തിലൂടെ ഉന്നയിക്കുന്നത്. ആഗോളതലത്തിലും അന്തരീക്ഷം അത്ര സുഗമമല്ല. ഗൾഫ് മേഖലയിൽ വാർത്തകൾ അത്ര സന്തോഷകരമല്ല എന്ന് നമുക്കറിയാം. പലതരം മാറ്റങ്ങൾ അവിടെ സംഭവിക്കാൻ, വിശ്വാസി സമൂഹം തന്നെ പല തട്ടുകളിലേക്ക് വേർതിരിക്കപ്പെടുന്നു. ചിലരെ ബഹിഷ്കരിച്ച് ഉപരോധിച്ച് മാറ്റി നിർത്തുകയാണ്. അയൽവാസികൾ അങ്ങേയറ്റം അവകാശങ്ങൾ പങ്കുവെക്കേണ്ടവരാണ് എന്ന് പഠിപ്പിച്ച ദീനാണ് നമ്മുടേത്. പക്ഷേ എല്ലാം മറന്ന് മറ്റുള്ളവർക്ക് കൈകൊട്ടിച്ചിരിക്കുവാൻ അവസരം സൃഷ്ടിച്ചു കൊടുക്കുന്ന അവസ്ഥയാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. ലോകത്തെ അഭയാർത്ഥികളോട് ഐക്യപ്പെട്ടതാണോ യഥാർത്ഥത്തിൽ ഖത്തർ ചെയ്ത തെറ്റ്?
അതല്ലെങ്കിൽ സത്യം സമൂഹത്തിന് മുമ്പിൽ വിളിച്ചു പറയുന്ന ഒരു ചാനലിന് പിൻബലം നൽകുന്നതാണോ തെറ്റ്? ഏതായിരിക്കും തെറ്റ്? ആലോചിക്കേണ്ട വിഷയമാണ്. കേവലം ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിശ്വാസ സാഹോദര്യത്തെ ബലികഴിക്കുന്ന അവസ്ഥയിലേക്കാണ് ഗൾഫ് നാടുകൾ പോകുന്നത് എന്നത് ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും തീർച്ചയായും ഈദ് നമുക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. ഈദ് എന്ന വാക്കിന്റെ അർത്ഥം വീണ്ടും വരുന്നത് എന്ന് തന്നെയാണ്. നമുക്ക് വരാനിരിക്കുന്ന റമദാനിൽ പ്രതീക്ഷയുണ്ട്, വീണ്ടും ഒരു ശവ്വാലിൽ പ്രതീക്ഷയുണ്ട്. എന്നുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നഷ്ടമായി എന്ന് കരുതുന്നതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തിരിച്ചു നൽകുക തന്നെ ചെയ്യും. യാതൊരു വിധത്തിലുമുള്ള നിരാശക്കും നമുക്ക് ഇടമില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ നിറകൺചിരിക്ക് ശേഷം ഒരു പുഞ്ചിരി വിടരുന്ന ഒരു നാൾ തീർച്ചയായിട്ടും പൊട്ടിവിടരുക തന്നെ ചെയ്യും, ഉറപ്പാണ്. പക്ഷേ ഈ മാർഗത്തിൽ സ്വയം സമർപ്പിതരാകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ മക്കളെ ഇസ്ലാമികമായ കാഴ്ചപ്പാടിൽ വളർത്താൻ നമുക്ക് കഴിയണം. നമ്മുടെ കുടുംബത്തെ ഇസ്ലാമീകരിക്കാൻ കഴിയണം. ഇസ്ലാമികമായ സംഘങ്ങളുടെ ഭാഗമായി ചേർന്ന് നിൽക്കുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ ആയിരുന്നല്ലോ കഴിഞ്ഞ നാളുകളിൽ നാം നിർവഹിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ. ആ പ്രാർത്ഥനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ തീർച്ചയായും ഇനി അങ്ങോട്ട് പ്രവർത്തനങ്ങളുടെ പിൻബലം അത്യാവശ്യമാണ് എന്ന് നാം ഓർത്തിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പരീക്ഷണങ്ങളെയും പുതിയൊരു പ്രഭാതത്തിന് വേണ്ടിയുള്ള കൂരിരുട്ടിന് ശേഷം പിറക്കാനിരിക്കുന്ന സുപ്രഭാതത്തിൻ്റെ പ്രതീക്ഷകളായി പരിവർത്തിപ്പിക്കുമാറാവട്ടെ.